ഇനി നമുക്ക് ഒരു സ്കിറ്റിലേക്ക് കടക്കാം. കുറച്ച് തമാശകളുമായി എത്തുന്നു നിതിൻ, പ്രശാന്ത്, രാഹുൽ, പ്രണവേ, അമൽ, ബെന്യു, മാത്യൂസ്, വിദ്യ ആൻഡ് അക്ഷയ. Let's welcome them. ഈ സ്കിറ്റിലെ കഥയ്ക്കും കഥാപാത്രങ്ങൾക്കും ജീവിച്ചിരിക്കുന്നവരോ മരിച്ചുപോയവരോ ആരുമായും ഒരു ബന്ധവുമില്ല. അങ്ങനെ വല്ല ഇതും തോന്നുന്നുണ്ടെങ്കിൽ അത് തികച്ചും യാദൃശ്ചികം മാത്രമാണ്. ഈ പ്രസിഡന്റ് ഇത് എവിടെ പോയി കിടക്കാണ്? ഞാൻ എത്ര നേരം ഇയാളെ വിളിക്കുന്നു. ഈ പരിപാടിയാണെങ്കിൽ എന്താണ്, ഒന്നും ആയില്ലല്ലോ. ഞാൻ പ്രസിഡന്റ് വിളിക്കട്ടെ. ഹലോ ഹലോ പ്രസിഡന്റ്, ഹലോ ഹലോ പ്രസിഡന്റ്, നിങ്ങൾ എവിടെയാണുള്ളത്? എവിടെ എവിടെ? ആ എന്റെ പ്രസിഡന്റ്, നിങ്ങൾ എവിടെയായിരുന്നു ഇത്ര നേരം? അസോസിയേഷൻ മീറ്റിംഗ് എന്ന് പറഞ്ഞ് കണ്ട് പെൺപിള്ളേരെ പേഴ്സണൽ മീറ്റിംഗ് വെച്ച് നടക്കാം. എന്താ പ്രശ്നം? ഞാൻ ഭാര്യയോട് പറയാം കേട്ടോ. അയ്യോ, പ്രസിഡന്റിന്റെ ഭാര്യയോടല്ല, എന്റെ ഭാര്യയോടും. അതുപോലെ അസോസിയേഷൻ മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ എനിക്കും പ്രസിഡന്റിനോട് വരാലോ. ഓ, നമ്മുടെ ചാൻസലർ അഞ്ജലി, അഞ്ജല മക്കളല്ലേ അത്? നിങ്ങൾക്ക് എനിക്ക് എന്റെ കളിത്തോഴി അഞ്ചു, എന്റെ കളിത്തോഴിയായിരുന്നു അഞ്ചു. എന്നിട്ട് ഇന്നോളം ചാൻസലറായി. ഞാൻ ഇവിടുത്തെ പ്രസിഡന്റ്. ഓണാഘോഷത്തിന്റെ എല്ലാ പരിപാടികളും ഞാൻ ഇവിടെ പറഞ്ഞ് ശരിയാക്കിയിട്ടുണ്ട്. എല്ലാം ശരിയാക്കി. പരിപാടികൾ എന്താവാൻ ഒന്നായില്ല. ഞാനൊക്കെ എന്ത് ചെയ്യാനാണ്? അല്ല, എന്നാ പരിപാടി? അയ്യോ, ഇന്നാ പരിപാടി? കമ്മിറ്റി ഉണ്ടാക്കി വെച്ചിട്ട് ഒന്നും നടക്കത്തില്ല. ഞാൻ പെട്ടെന്ന് സദ്യക്ക് എന്തെങ്കിലും ആയാൽ നോക്കാം, അല്ലെങ്കിൽ വേണ്ട കൾച്ചറൽ കമ്മിറ്റി എന്തെങ്കിലും ചെയ്തോ നോക്കാം, അല്ലെങ്കിൽ വേണ്ട അങ്ങോട്ട് ഇവിടെ 5 പ്രാവശ്യം നടക്കാം. ശ്വാസം എടുക്കൂ, ഡീപ് ബ്രത്ത് എടുക്കൂ. ഇത്ര ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ടെൻഷൻ ഉണ്ടെങ്കിലും നമുക്ക് അത് മാറി കിട്ടും. എനിക്ക് പേടിക്കണ്ട, ഞാൻ എല്ലാം ശരിയാക്കാം. ഞാൻ പോയിട്ട് നാട്ടിൽ നിന്ന് കുറച്ച് മുണ്ട് ഓർഡർ ചെയ്യാനുണ്ട്. ഞാൻ പെട്ടെന്ന് ഓർഡർ ചെയ്യട്ടെ. ശരി ശരി. സമാധാനമായി വരുന്നത്. എല്ലാത്തിനും ചോദിക്കാൻ പറയുന്ന കുറുപ്പസാറിന് വളരെ നന്നായി. കുറുപ്പസാറാണ് ഞങ്ങളുടെ ഉപദേശം. നമസ്കാരം പ്രസിഡന്റ്, നമസ്കാരം. താങ്ക് യു. ഒരുപാട് ഓണം പ്രസിഡന്റിനേക്കാൾ നന്നായിട്ട് ഞാൻ ഉണ്ടതുകൊണ്ട് ഞാൻ എന്തായാലും ആഘോഷത്തിന് വരുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അല്ല പ്രസിഡന്റ്, ഞാൻ വരുമ്പോ നിങ്ങളൊക്കെ അകത്തും അതുപോലെ നമ്മുടെ കുറച്ച് പ്രജകൾ പുറത്തുനിന്ന് മഞ്ഞു കൊണ്ടുവരുന്നത് അതെങ്ങനെയാ പറ്റിയത്? ആയിക്കോട്ടെ. അല്ല, ഇപ്പൊ ഈ കുറുപ്പ് സാർ എന്താ ചെയ്യണ്ട? ഈ ഓണാഘോഷത്തിന് കംപ്ലീറ്റ് പരിപാടി നടന്നായിരിക്കുകയാണ് കുറുപ്പ് സാർ. ഇതിനിപ്പോ എല്ലാം ഒന്ന് ശരിയാക്കി ഓരോന്ന് ഓർഡറിലാക്കി ഒന്ന് പ്ലാൻ ചെയ്ത് മുൻപന്തിയിൽ ഒന്ന് നടത്തി നോക്കാറുണ്ട്. അത്രേ ഉള്ളൂ പ്രസിഡന്റ്. ഇതൊക്കെ ചെറുത്. അന്ന് ഞാൻ 1940 സമാജം പ്രസിഡന്റ് ആയ സമയത്ത് ഒരിക്കൽ കൂടെ പറയാം. 1940 ഞാൻ സമാജം പ്രസിഡന്റ് ആയ സമയത്ത് 9,000 പേരെ വെച്ച് ഞാൻ ഒരു ഓണാഘോഷം നടത്തി. അതറിയാമോ? 1940 വേൾഡ് വാർ 2 അല്ലേ? അതെ, അന്ന് വേൾഡ് വാറാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ എവിടെ വെച്ച് നടത്തുന്നവരോ, ഞങ്ങൾ ബങ്കറിനടിയിൽ വെച്ചാണ് നടത്തിയത്. അന്നൊരു സംഭവമാണ്. എന്ത് സംഭവം? ബങ്കറിനടിയിൽ വെച്ച് നടത്തിയത് കൊണ്ട് തന്നെ അന്ന് നമ്മുടെ ഈ മാവേലി എല്ലാ കൊല്ലവും വരുമല്ലോ പ്രജകളൊക്കെ. അന്ന് പുള്ളി പാതാളത്തിൽ നേരെ പൊന്തി വന്ന് നിന്നത് ഞങ്ങളുടെ ബങ്കറിനകത്താണ്. ചിരിക്കല്ലേ ചിരിക്കല്ലേ. അന്ന് ഞാൻ ബങ്കറിൽ വെച്ചെടുത്ത് ഇന്ന് നിങ്ങളെ വേറൊരു ബങ്കറിൽ വെച്ച് നടത്തുന്നു. നോക്കിക്കോ, ചിലപ്പോ ഇന്ന് മാവേലി ഇവിടെ പൊന്തി വരും. നന്നായി പറഞ്ഞത്, അതെല്ലാം നന്നായി. ബങ്കറിൽ വെച്ച് നടത്തി ഓടായിരിക്കും, ആരും കണ്ടിട്ടുണ്ടാവില്ല അല്ലേ? തമാശക്കല്ലേ, അന്ന് ഞങ്ങൾ ഈ ബങ്കറിൽ വെച്ച് നടത്തിയതാണ്. ഇന്ന് നിങ്ങളുടെ യൂത്തന്മാർ ഒക്ടോബർ ഫെസ്റ്റ് എന്ന് ആഘോഷിക്കുന്നു. ഒരു ചാൻസ് കിട്ടിയ കളവ് തള്ളി പറിക്കുകയാണല്ലോ. ഒടിക്കം നടക്കാമോ കുറുപ്പ് സാർ, പ്ലീസ്? അയ്യോ, ആരും വരുന്നുണ്ടോ തോന്നുന്നു.
ഹലോ 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 പ്രസിഡന്റ്. ആ സെക്രട്ടറി പറയൂ. ആ പ്രസിഡന്റ്, ഇവിടെ ചിലമാര് കാര്യങ്ങളൊന്നും അറിയിക്കുന്നില്ല പറഞ്ഞ് അടി ഉണ്ടാക്കുന്നുണ്ട്. ഓഹോ, അമ്മേനെ ക്രിയേറ്റീവ് കമ്മിറ്റി നിഷ്ക്രിയരാക്കിയേക്ക്. അതൊക്കെ ഇരിക്കട്ടെ, പരിപാടിയൊക്കെ എന്തായി? കൾച്ചറൽ കമ്മിറ്റി ഉഷാറാക്കിയിട്ടുണ്ട് പ്രസിഡന്റ്. കൾച്ചറൽ കമ്മിറ്റി ഉഷാറോ? ആരാ ഈ ഉഷാർ? പ്രസിഡന്റ്. അസോസിയേഷൻ എടുക്കുന്നത് പറഞ്ഞിട്ടില്ലേ? പ്രസിഡന്റ്, ഞാൻ ഈ പരിപാടി അവതരിപ്പിക്കാൻ ആളെ അങ്ങോട്ട് വിടുന്നുണ്ടേ. ഓക്കെ ഓക്കെ, എന്നാ കേട്ടോ. ആ ശരി ശരി. ശരി. സെക്രട്ടറി എന്തൊക്കെ പറഞ്ഞാലും ആള് ഉഷാറാട്ടോ. രമേശൻ തന്നെ ഉഷാറുന്നോ? ഞാനും പറഞ്ഞിട്ടില്ല പ്രസിഡന്റ്. കലാകാരൻ വരുന്നുണ്ടോ? ആ, ഒരു കലാകാരൻ വരുന്നു. കണ്ടറിയണം ഇനി എന്ത് കല ഇയാള് കാണിക്കാൻ പോകുന്നത്. അതെ, പ്രസിഡന്റാണ്. ഓ, കലാകാരൻ. അതെ, ഈ കലാകാരന്മാർക്ക് വളരെയധികം ബഹുമാനം കൊടുക്കുന്ന ഒരു അസോസിയേഷനാണ്. അതിരിക്കട്ടെ. എന്താ എന്താ പ്രൊഫസർ എന്താ പറഞ്ഞത്? അല്ലല്ല, നല്ല ബഹുമാനം കൊടുക്കുന്ന അസോസിയേഷൻ പറയാം. ആ, അങ്ങനെ. അതിരിക്കട്ടെ, ഈ ഓണപരിപാടി ഞങ്ങളെയൊക്കെ സന്തോഷിപ്പിക്കാൻ താങ്കൾ എന്തൊക്കെ കാര്യങ്ങളാണ് വിഭാവനം ചെയ്തിരിക്കുന്നത്? ഞാൻ ഒരുപാട് പരിപാടികൾ വിഭാവനം ചെയ്തിട്ടുണ്ട്. ആദ്യത്തത് ഭരതനാട്യം, കഥ, ബേഷ്, കുച്ചിപ്പുടി, സൂപ്പർ. ഓണം, ഭരതനാട്യം, കുച്ചിപ്പുടി, കഥക്. എന്നവര് കച്ചേരി കൂടെ വെച്ച് നവരാത്രി മഹോത്സവം എന്ന് പേരിടായിരുന്നല്ലോ. ഇതൊക്കെ കലയല്ല പ്രസിഡന്റ്. എന്നെയൊക്കെ കൂടി കൊലയ്ക്ക് കൊടുക്കുവാണേ. ഇതൊന്നും ഇല്ലെങ്കിൽ എന്റെ കയ്യിൽ നല്ല റൈറ്റ് ഉണ്ട്. എന്താണ് എന്താണ്? ഞാൻ വളരെ നന്നായിട്ട് ഓണപ്പാട്ട് പാടും. അതാണ് ഞങ്ങൾക്ക് അതാണ് വേണ്ടത്. അതാണ് ഞങ്ങൾക്ക് വേണ്ടത്. അതെ, ഒന്ന് പാടിക്കേട്ടെ. അതെ. ഓണമാകുന്നു, മേനി നോകുന്നു, ഓണസദ്യക്ക് കറിക്കരിയും കുടുംബായസം ഒഴിച്ച് കുടിക്കുമ്പം കുടുംബം. അതെ, കുച്ചിപ്പുടി മതി, കുച്ചിപ്പുടി മതി. ഓക്കെ അല്ലേ? കുറുപ്പ് സാർ ഓക്കെ ആണെന്ന് നോക്കട്ടെ. മിസ്റ്റർ കലാകാരൻ, താങ്കൾക്ക് ഇൻഷുറൻസ് ഉണ്ടോ? ഇല്ലെങ്കിൽ സാറില്ല. നെയിം, അഡ്രസ്, ബാങ്ക് ഡീറ്റെയിൽസ് എല്ലാം ഉണ്ട്, എല്ലാം ഉണ്ട്. ബാക്കി കുറുപ്പ് സാർ ശരിയാക്കി തരാം. ഏറ്റു. പക്ഷെ ഒരു കാര്യമുണ്ട്, എനിക്ക് എല്ലാത്തിനും ഇങ്ങനെ ഒറ്റയ്ക്ക് തീരുമാനം എടുക്കാൻ പറ്റത്തില്ല കേട്ടോ. എനിക്ക് എല്ലാത്തിനും എക്സിക്യൂട്ടീവ് കമ്മിറ്റിയോട് ചോദിക്കണം. താങ്കൾ ഈ ഇതൊക്കെ അവതരിപ്പിക്കാൻ പറ്റുന്ന എക്സിക്യൂട്ടീവ് കമ്മിറ്റിയോട് ഒന്ന് ചോദിച്ചു നോക്കൂ. ഓക്കെ, അതെ, അവിടെ ഉണ്ട്. പ്രസിഡന്റ്, ഇവിടെ ആരും ഇല്ലല്ലോ. ഹലോ, എന്താണ് വേണ്ടത്? എന്താണ് വേണ്ടത്? പറയൂ. അപ്പൊ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അത് ഞാൻ തന്നെയാണ്. എന്നാ പിന്നെ ഇതിന് കുളപ്പുള്ളി ട്രസ്റ്റ് എന്ന് പേരിട്ടാ പോരെ? ഓണപരിപാടിക്ക് പങ്കെടുക്കാൻ അതെ, വാക്സിൻ എടുത്തിട്ടുണ്ടോ? വാക്സിൻ എടുത്തിട്ടില്ലേ? വാക്സിൻ അല്ല സാർ, എനിക്ക് നാളെ അപ്പോയിന്റ്മെന്റ് ഒന്നും പറ്റത്തില്ല. വാക്സിൻ ഇല്ലാതെ ഒരു പരിപാടി നടക്കില്ല. പറ്റത്തില്ല. പ്രസിഡന്റ് പറഞ്ഞാൽ വാക്സിൻ ഞാൻ എടുത്തിട്ടുണ്ട്. ടെസ്റ്റ് എടുത്തു. പക്ഷെ നമ്മൾ ടെസ്റ്റ് ഇല്ലെങ്കിൽ പറ്റും. ഒന്നും പറ്റത്തില്ല. ഇതെന്താ കൈക്കൂലി കൊടുക്കുന്ന സാധനമാണോ? അങ്ങനെ അമ്മരാണ് എനിക്ക് തോന്നിയത്. ടെസ്റ്റ്, വാക്സിൻ ടെസ്റ്റ് ഇല്ലാതെ ഒരു പരിപാടി നടക്കില്ല. പോയി സാറേ, വാക്സിനും ടെസ്റ്റും എല്ലാം ഉണ്ട്. ഏതാ വാക്സിൻ? കോവിഷീൽഡ്. കോവിഷീൽഡ്. അപ്പൊ നാട്ടില് വില്ലേജ് ഓഫീസർ അറ്റസ്റ്റഡ് സർട്ടിഫിക്കറ്റ് ഉണ്ടോ? അയ്യോ ഇല്ലല്ലോ. അതും ഇല്ലേ? അതില്ലെങ്കിൽ പറ്റത്തില്ല. നാട്ടിലെ കോവിഷീൽഡ് ആണെങ്കിൽ അതും വേണം പ്ലീസ്. അതില്ലാതെ പറ്റത്തില്ല. നിങ്ങളുടെ അവസ്ഥ മനസ്സിലാക്കും പ്ലീസ്. ഓരോരുത്തരും കയറി വന്നോളൂ. വാക്സിൻ ഇല്ല, ടെസ്റ്റും ഇല്ല, സർട്ടിഫിക്കറ്റും ഇല്ല. അല്ല പ്രസിഡന്റ്, നിങ്ങൾ ഈ പരിപാടി പൊളിക്കാൻ നോക്കണം, നടത്താൻ നോക്കണം. നിങ്ങൾ എല്ലാരെയും പറഞ്ഞു വിടും. റൂൾസ് ആർ റൂൾസ് മിസ്റ്റർ കുറുപ്പ് സാർ. റൂൾസ് നമ്മുടെ പണ്ടത്തെ ഓണാഘോഷമാണ് ഓണാഘോഷം. അന്ന് 50,000 പേര് വെച്ചിരുന്ന് നടത്തി. ഇന്ന് നിങ്ങളിങ്ങനെ ആൾക്കാരെ പറഞ്ഞു കേടായി തുടങ്ങിയിട്ടുണ്ട്. എന്റെ ദൈവം. ആരും ഒരാൾ വരുന്നുണ്ട്. പ്രസിഡന്റ്, നിങ്ങൾ ലോട്ടറിയിൽ എടുക്കാൻ നോക്കുക കേട്ടോ. ഓരോ പണികൾ വേറെ ഓണസദ്യ ഉടനായിക്കോളും. അത് താങ്കൾ ആരാണ്? ഞാൻ ബംഗാളി സേട്ടാ. ബംഗാളി. ദൈവമേ, ബംഗാളി ഇവിടെ വന്നു. ജർമ്മനിയിലോ? താങ്കൾ ഇവിടെ എത്തിപ്പെട്ടു.
ചേട്ടാ എന്റെ മുതലാളി വന്ന് കേരളത്തിൽ നിന്ന് ഓൺ സൈറ്റ് വന്നു ചേട്ടാ. അപ്പൊ ഞാൻ കൂടെ വന്നു ചേട്ടാ. അപ്പൊ മുതലാളിക്ക് എന്താ പണി? മുതലാളി കുക്കാണ് ചേട്ടാ. അത് ശരി. മുതലാളി ഒന്നും കുക്ക് ചെയ്യില്ല ചേട്ടാ, എല്ലാം ഞാൻ തന്നെ ചെയ്യണം ചേട്ടാ. അത് ശരി. മുതലാളി ഒന്നും ചെയ്യില്ല, എല്ലാം ഞാനേ ചെയ്യണം. ഞാൻ ഉഴപ്പാടി ചേട്ടാ. അപ്പൊ തന്നെ മുതലാളി മുതലാളി ഒരു എരപ്പാടി ചേട്ടാ. എല്ലാ ഉഴപ്പടി സെല്ല് കേട്ടോ. ചേട്ടാ അപ്പൊ സദ്യ സദ്യയൊക്കെ ഉണ്ട്. ഉഴപ്പടി സെല്ല്. എന്റെ പേര് എരപ്പാടി അല്ല ചേട്ടാ, എന്റെ പേര് ഉഴപ്പാളി. ഉഴപ്പാടി അല്ല ചേട്ടാ, എന്റെ പേര് മിഥു ചക്രവർത്തി. എന്നാ ശക്രവരുടെ സെല്ല്. സദ്യ ആകുമ്പോ മണി അടിക്കും കേട്ടോ. മണി അടിക്കണം ചേട്ടാ. മണി അടിക്കും. അടിക്കണം ഞങ്ങൾ ചേട്ടാ. അടിക്കാൻ ചേട്ടാ. ഓക്കെ. നല്ല പ്രശ്നമില്ല. ഓരോരുത്തരെ ദോഷ സ്ഥലത്ത് ഇത് കയറി നിന്നിട്ട് എന്തൊക്കെയാ കാണിച്ചിട്ട്. ഇങ്ങനെ ഒരുത്തം വന്നിട്ട് സദ്യ കൊടുക്കുന്നത്, സദ്യയുടെ കാര്യങ്ങൾ എന്തെങ്കിലും ആയോ? സത്യയുടെ കാര്യം പറഞ്ഞപ്പോഴാണ്. എന്നാ പിന്നെ സെക്രട്ടറി വിളിച്ചേക്കും. വിളിക്കണ്ട, അതിന് മുമ്പ് ഒരു കാര്യമുണ്ട്. എന്താണ്? ഞാൻ ഒരു കാര്യം പറഞ്ഞത്, ഇപ്പൊ നിങ്ങൾ സെക്രട്ടറി വിളിക്കണമെന്ന് പറഞ്ഞു. അന്ന് 1940 പണ്ട് എന്റെയൊക്കെ ഓണാഘോഷ കാലത്ത് ഇതെല്ലാം നോക്കി നടത്താൻ ഓരോ ആൾക്കാരാണ്. അന്ന് ഞങ്ങളിങ്ങനെ പ്രസിഡന്റ് ഓടി നടന്നിട്ട് അന്ന് എല്ലാവർക്കും സദ്യ ഞങ്ങൾ കൊടുക്കണം. ഇന്നിപ്പം ബംഗാളി സദ്യ ഉണ്ടെങ്കിൽ മണിയടിക്കാന്ന് നിങ്ങൾ പറയും. അന്ന് ഞങ്ങള് സ്വന്തമായിട്ട് പാടത്തുനിന്ന് കൊഴുത്ത് എടുത്ത് ഓരോരുത്തർക്ക് സദ്യ കൊടുക്കണം, വയറ് നിറച്ച്. തള്ളു കുറച്ച് കുറയ്ക്കൂ. ഞാൻ സെക്രട്ടറി ഒന്ന് കുറച്ച് വിളിച്ചു പ്ലീസ്. നിങ്ങൾ വിളിക്കും. ഹലോ സെക്രട്ടറി, സദ്യയുടെ കാര്യമൊക്കെ എന്തായി? എല്ലാം ശരിയായിട്ടുണ്ടോ? കുക്കിനെ കിട്ടിയിട്ടുണ്ടോ? ഭലേ ബേഷ്, കുക്കിനെ കിട്ടിയിട്ടുണ്ടോ? കുറച്ച് സാർ കുക്ക് ഉടനെ വരുമെന്ന് തോന്നുന്നു. ബുക്ക് വരും. അതെ അതെ, പക്ഷെ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. നമ്മുടെ രമേശല്ലേ, അതെ. പറഞ്ഞു വിട്ടിട്ടല്ലേ ഉള്ളൂ. അതെ. സമയം എടുക്കും. ഓഹോ, അത് ശരി. കുക്ക് വരെ നമ്മൾ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കണം. നമ്മുടെ ഇവിടെ ഇങ്ങനെ ഇരിക്കണം. വേണ്ട, വെയിറ്റ് ചെയ്യണ്ട. കുറുപ്പ് സാറിന്റെ അനുഭവം പറഞ്ഞത്. എന്താ സാറാ? ഈ കുറുപ്പ് സാറ് എത്ര ഓണം കണ്ടിട്ടുണ്ടെന്ന് അറിയാമോ? എത്ര കൗണ്ട്ലെസ്. കുറുപ്പ് സാറ് കാണാത്ത ഓണം വളരെ കുറവാണ്. അന്ന് ഓരോരോ ഓണം തന്നെ അതിന്റെ എന്തൊരു ആഘോഷമായിരുന്നു. അന്ന് ആൾക്കാരൊക്കെ ഓണം എന്ന് പറയുന്ന കൂട്ടായ്മയാണ്. ഒരുമിച്ച് നിൽക്കുന്നു, ഒരുമിച്ച് ആഘോഷിക്കുന്നു, സ്വസ്ഥമായിട്ട് അടുത്ത് നിന്ന് സംസാരിക്കുന്നു. ഇതൊക്കെയാണ്. ഇന്നിപ്പോ ഓണത്തിന് ആവേശമില്ല, ആൾക്കാർ പലയിടത്തിരിക്കുന്നു. ഗ്യാപ്പ് കഴിഞ്ഞു കുക്ക് വരുന്നുണ്ട്. നിങ്ങളാണോ കുക്ക്? ആപ്പിൾ പ്രസിഡന്റ് കുക്കാണോ? ഞങ്ങളുടെ പ്രസിഡന്റാണ്. ഞമ്മള് നല്ല അടിപൊളിയാണ്. അതൊക്കെ ഇരിക്കട്ടെ. എന്തൊക്കെ ഉണ്ടാക്കും? ഞമ്മള് വന്നിട്ട് പിന്നെ ബിരിയാണി, നെയ്ച്ചോറ്, കുഴിമന്തി എല്ലാം ഉണ്ടാവും. ഞാനൊക്കെ കൂടി എന്റെ കുഴി മാന്തം. എടാ ഇത് പെരുന്നാളല്ല, ഓണമാണ്. ഓണസദ്യക്ക് എന്താ സദ്യയാണ് നമുക്ക് വേണ്ടത്. സദ്യക്ക് എന്തൊക്കെ ഉണ്ടാക്കും എന്ന് പറ. നമ്മള് അടിപൊളി സദ്യ ഉണ്ടാക്കും. നമ്മള് എന്തൊക്കെ ഉണ്ടാക്കും? സദ്യക്ക് വന്നിട്ട് അച്ചാറ്, പച്ചടി, പൂശ്ശേരി, എലിശ്ശേരി, സാമ്പാറ്, അച്ചടി, വിച്ചടി, തോരൻ, മംഗലം, ഭസ്മം, പന്നണ്ടായി, കുതിരയും, ഭസ്മ, തുക്കുമക്കും. സോറി, സീൻ മാറിപ്പോയി. നമ്മളെല്ലാം ഉണ്ടാക്കും. ഓക്കെ. അപ്പൊ കുക്ക് എന്താ കുറുക്ക് സാർ എന്താ പറയുന്നത്? അല്ല കുക്ക്, നിങ്ങളെ ഞാൻ എവിടെയോ മറന്നു. നമ്മള് പൂജപ്പുര. അമ്പടെ കേമ കാതർ കുട്ടാ, നിന്നെ നാം മറക്ക്. എന്റെ പ്രസിഡന്റ്, ഇവ ഇവിടെ ഉള്ളപ്പോഴാണ് നിങ്ങൾ ഈ കുക്കിനെ അന്വേഷിച്ച് ഇത്രയും പേടിച്ചത്. ഓനെ മനസ്സിലായ? ലോക പ്രശസ്തനായ ഷെഫ് പിള്ളയുടെ ശിഷ്യൻ. ലോക പ്രശസ്തമായ 2 ഓണസദ്യ ഇവന്റെ പേരിലാണ്. ഒരുപാട് നാളായിട്ട് ഞാൻ എന്റെ കാതർകോട്ടനൊന്ന് കണ്ടാണ്. ഒരു നിമിഷം ഒന്ന് സംസാരിച്ചോട്ടെ. കാതർകോട്ടൊക്കെ ഒന്ന് കൊണ്ടുപോകല്ലേ, സദ്യക്ക് ആവശ്യമുണ്ട്. തരാം. മോനെ, എന്നോടുള്ള അനുഭവത്തെ ഞാൻ വാത്സല്യം കൊണ്ട് പറയാൻ കുറുപ്പ് സാർ. 1 മണിക്കൂർ കൊണ്ട് നോർമൽ മനുഷ്യന്മാർക്ക് സദ്യ വെച്ച് കൊടുക്കാൻ പറ്റും. കുറച്ച് കാശും തന്നിട്ട് അതിനേക്കാളും കൂടുതൽ മുതലാക്കാൻ വന്ന മലയാളികൾക്ക് 1 മണിക്കൂർ കൊണ്ട് സദ്യ. ഇറ്റ്സ് ഇമ്പോസിബിൾ മോനെ. സാറേ, ഈ സദ്യ അടിപൊളിയാക്കാൻ വേണ്ടി നമ്മള് ഒരു പാചകക്കാരും സഞ്ചരിക്കാത്ത വഴിയൂടെ നമ്മൾ സഞ്ചരിച്ചിരിക്കും. ഈ പ്രസിഡന്റിന് വേണ്ടി, നമ്മളെ പ്രസിഡന്റിന് വേണ്ടി. പക്ഷെ നമുക്ക് മുത്താണ് പ്രസിഡന്റ്. മോനെ, നിന്റെ ഈ ആത്മവിശ്വാസം നിന്നെ ഞാൻ നിരുത്സാഹപ്പെടുത്തുന്നില്ല. എന്നാ പിന്നെ മോൻ ലിസ്റ്റ് എഴുതിക്കും. ആദ്യം ഇൻഷുറൻസ്. കാതറൂട്ടാ മോനെ, കാതറേ. ഇതാണ് മനുഷ്യന്മാർക്കൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണല്ലോ. ഭാര്യയാണോ പ്രസിഡന്റ്? ഒരു കാര്യം കേൾപ്പിച്ച ഇതെന്റെ ഭാര്യ വിളിക്കുമ്പോൾ നാട്ടുകാരെ കേൾക്കുന്നത്. ഓക്കെ, എന്തായാലും എനിക്ക് അടിയുണ്ട്.
ഹലോ, എന്താ പറയൂ. ഞാൻ ആങ്കറാകാൻ എല്ലാവർക്കും സമ്മതമാണല്ലോ അല്ലേ? ഞാൻ സാരിയൊക്കെ ഇട്ടിട്ട് റെഡിയായിരിക്കുക. ഒരു കുഴപ്പമില്ല, എല്ലാം ശരിയാക്കിയിട്ടുണ്ട്. ഇവിടെ പറഞ്ഞ എല്ലാം ശരിയാക്കിയിട്ടുണ്ട്. ഒന്നും പേടിക്കണ്ട കേട്ടോ. എല്ലാം ശരിയാക്കിയിട്ടുണ്ട്, ഒന്നും പേടിക്കണ്ട. ഓക്കെ ഓക്കെ. എവിടെയൊക്കെ ആങ്കറാക്കിയിട്ടാണ് നോയിസ് പൊല്യൂഷൻ, ഞാൻ ഒരു സമാധാനം പറയാം. പ്രസിഡന്റ് കറിവേപ്പിലയില്ല. കറിവേപ്പിലയില്ലേ? എന്നാ സെക്രട്ടറി വിളിച്ചേക്കാം. ഹലോ ഹലോ സെക്രട്ടറി, ഹലോ, കറിവേപ്പിലയില്ലെന്ന്. എന്റെ വേഗം ഒരു കറിവേപ്പില കമ്മിറ്റി ഉണ്ടാക്കും കേട്ടോ. ഓക്കെ ശരി, ഓക്കെ. എന്റെ കാലത്ത് വന്ന എല്ലാവർക്കും ഞങ്ങൾ സമ്മാനം കൊടുത്തത് ഓണത്തിന് ശേഷം ഒരു തണ്ട് കറിവേപ്പില. അന്ന് കറിവേപ്പിലക്ക് ഇങ്ങനെ ഒരു ക്ഷാമമേ ഇല്ല. പക്ഷെ ഇപ്പൊ കറിവേപ്പിലയില്ലാതെ നാട്ടുകാർ വിളിക്കും. എന്താ അല്ലേ? ഹലോ, സെക്രട്ടറി ഒന്നുകൂടെ വിളിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഹലോ 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 പ്രസിഡന്റ്. പറയൂ സെക്രട്ടറി. പ്രസിഡന്റ്, ഇവിടെ ഒരു സ്ത്രീ ഭയങ്കര ബഹളം ഉണ്ടാക്കുന്നുണ്ട്. എന്താ കാര്യം? വാക്സിൻ എടുത്ത ആളാണോ? പ്രസിഡന്റിനെ കാണണമെന്ന് പറഞ്ഞ് ഭയങ്കര ബഹളം പ്രസിഡന്റ്. ഓക്കെ, വാക്സിൻ എടുത്ത ആളാണോ? വാക്സിൻ ടെസ്റ്റ് എല്ലാം ഉണ്ട് പ്രസിഡന്റ്. ഓക്കെ, എന്നാ കയറ്റി വിട്ടേക്ക്. കുഴപ്പമില്ല. പ്രസിഡന്റിന് നല്ല സമയമാണ്. എത്ര ആൾക്കാരാ നിങ്ങളെ കാണാൻ വരുന്നത്? ആരാണോ ഒരു പഠിത്തമില്ല. ഇത് തരാമോ? ഈ തന്നെ Are you the president of this association? യെസ്. I'm the wife of Mahabali. ആങ്കറാമെന്നാണോ? പ്രസിഡന്റ് മഹാബലിയുടെ ഭാര്യയാണ്. ഞാൻ കുറുപ്പ് സാർ. മഹാബലി I met 1940 പറഞ്ഞിട്ടില്ലേ? മൂപ്പരിപ്പ് എന്ത് പറയുന്നു? അയ്യോ സാറേ, അയാളെ കാര്യമൊന്നും പറയണ്ട എന്റെ സാറേ. ആ കാലമാണ് കണ്ടവർക്കൊക്കെ ചോദിച്ചവർക്കൊക്കെ വീട്ടിലുള്ള സാധനങ്ങളെല്ലാം എടുത്തു കൊടുക്കുകയാണ്. ഇന്നാളൊട്ടും വന്നിട്ട് താലിമാല ചോദിച്ചപ്പോ എന്റെ താലിമാല കൊടുത്തു സാറേ. എന്റെ കുഞ്ഞിന്റെ 28ന്റെ അറിഞ്ഞാണ് അതും എടുത്തു കൊടുത്തു. ആ ഭൂലോകത്ത് വരുമ്പോ വിഷ്ണു ഇന്ദ്രനും കൂടി വന്നിട്ട് കിടപ്പാട് ചോദിച്ചപ്പോ അത് കൊടുത്തു സാറേ. ഇപ്പൊ വന്നിട്ട് കഴിക്കാൻ അരിയില്ലാഞ്ഞിട്ട് നമ്മുടെ കുഞ്ഞിനെ കൊടുക്കുന്ന മുതിരയാണ് സാറേ. കഴിക്കുന്ന മുതിര. ഇഷ്ടം തന്നെ. അതൊക്കെ ഇരിക്കട്ടെ, ഇതൊക്കെ ഒന്ന് ഇവിടെ പറയുന്നത് എന്തിനാ? അത് ഞാൻ എല്ലാ അസോസിയേഷനിലും പോയി പറയും. എന്നിട്ട് ആരും ഒരു പരിഹാരം ഉണ്ടാക്കുന്നില്ല സാറേ. ഞാൻ അവസാനം സദ്യ കഴിച്ചിട്ട് വരും. പക്ഷെ താങ്കൾ എല്ലാ അസോസിയേഷനും പോയി പറയുന്ന പോലെ അല്ല ഈ അസോസിയേഷൻ ഇതുവരെ സഹായം ചോദിച്ചു വന്നവരാരും വെറും കൈയോടെ മടങ്ങിപ്പോയിട്ടില്ല. വാട്സാപ്പ് നമ്പർ വേണ്ടെങ്കിൽ വേണ്ട, ഒന്നും വേണ്ട, കുഴപ്പമില്ല. ഞാൻ എല്ലാം പറഞ്ഞ് ശരിയായിക്കോളാം. താങ്കളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാനുള്ള ഒരു കോണ്ടാക്ട് എന്റെ കയ്യിലുണ്ട്. താങ്കൾ പൊക്കോളൂ. പേടിക്കണ്ട, സ്വസ്ഥമായിട്ട് സദ്യ കഴിച്ചിട്ട് പോയാൽ മതി. ഞങ്ങളുടെ പ്രസിഡന്റിൽ ഒരു തുറപ്പ് ചീട്ടുണ്ട്, അത് പുള്ളി അങ്ങോട്ട് തുറക്കും. വജ്രായുധമാണ്. പിന്നെ മാവിനയുടെ ഭാര്യ സ്വസ്ഥമായിട്ട് വയ്ക്കും. ഏട്ടനോട് എല്ലാം ഉണ്ടാക്കും. ഞങ്ങൾ ഉണ്ടാക്കും. ഹലോ ഹലോ, മുകേഷല്ലേ? അല്ല, കണ്ടില്ലേ? മുകേഷ് വിളിച്ചോളൂ. ഹലോ മുകേഷ് അല്ലേ? ഞാനിത് അസോസിയേഷൻ പ്രസിഡന്റാണ്. സാറേ, ഈ മഹാബലിയുടെ ഭാര്യ ഇവിടെ നിൽപ്പുണ്ട്, ആകെ പ്രശ്നമാണ്. ഹലോ മുകേഷ്, അല്ല സാറേ, മാവേലി അല്ല, മഹാബലിയുടെ ഭാര്യയുടെ പേരിൽ എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കണം. സാറേ, മഹാബലി എന്റെ ഭാവം മാവേലിയുടെ ഭാര്യക്ക് നീതി കിട്ടും. എല്ലാം ശരിയാക്കിയിട്ടുണ്ട്. മുകേഷൊക്കെ പിന്നെ ഏറ്റതാണ്, ഒരു പ്രശ്നമില്ല. ഏറ്റാക്കോളൂ. വീണ്ടും വരും. നിങ്ങൾ ആരാണ് ഇടയ്ക്കിടയ്ക്ക് കാണുന്ന ആൾക്കൊരു ബഹുമാനം കൂടുതൽ കൊടുക്കുന്നുണ്ട്?
ഇല്ല, അറിഞ്ഞൂടാ. ഇദ്ദേഹമാണ് മല്ലൂക്കട ഓണർ. ഇദ്ദേഹമല്ലേ നമ്മുടെ കംപ്ലീറ്റ് ഓണപരിപാടി സ്പോൺസർ ചെയ്തിരിക്കുന്നത്. അപ്പൊ ദോ അവിടെ നിന്ന് കഴിഞ്ഞിരിക്കുന്നതാണ്. അടുത്ത വർഷമൊന്നും ഉണ്ടല്ലോ ഓണം. അത് കൊള്ളാം. മോനെ, ഓണർ മോനെ ഇങ്ങ് വന്ന്. മോൻ ഇൻഷുറൻസ് ഉണ്ടോ? നമുക്ക് വലിയൊരു തുകയ്ക്ക് ഇൻഷുറൻസ് എടുക്കും. എല്ലാ ഈ പ്രൊഫസർ ശരിയാക്കി തരും. നാളെ രാവിലെ മോൻ എന്റെ വീട്ടിൽ ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ചുകൊണ്ട് വന്നാൽ മതി. അതിരിക്കട്ടെ കുറുപ്പ് സാറ്, ചുമ്മാ എപ്പോഴും ഇൻഷുറൻസ് എന്ന് പറയുന്നത് എന്തിനാണ്? താങ്കൾ ഏജന്റ് കൊല്ലുമായിരുന്നു, എന്തിനാ ഈ ഫുൾ ടാങ്ക് പെട്രോൾ? അത് ഈ ഫുൾ ടാങ്ക് പെട്രോൾ അടിക്കുമ്പോ നമുക്ക് കാറ് കത്തിച്ച് നമുക്ക് കാറ് കത്തിച്ച് വിടാമല്ലോ. മനസ്സിലായില്ലേ? എനിക്ക് അല്പം തിരക്കുണ്ട് മോനെ. എവിടെയോ കണ്ട പോലെ ഒരു മുഖഛായ. ഇല്ല, കാണാൻ വഴിയില്ല. ഞാൻ കുറുപ്പ് സാർ, ഓണാഘോഷം. ദുൽഖർ സൽമാൻ അല്ലേ? എന്റെ കുറെ നാളത്തെ ആഗ്രഹമായിരുന്നു ഒരു ഫോട്ടോ ദുൽഖർ സൽമാൻ വെറുതെ അല്ല കേരള പോലീസ് നന്നാകത്തത്. ഇത് ദുൽഖർ സൽമാനല്ല, സുകുമാരക്കുറുപ്പാണ്. സുകുമാരക്കുറുപ്പ്. എന്റെ പ്രൊമോഷൻ താങ്ക് യു.